വസുചന്ദനം. രചന ഷംസീന ഫിറോസ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എൻ നൂഞ്ഞേരി. കൊച്ചിയിലെ പ്രശസ്തമായ മെന്റൽ ഹെൽത്ത് കെയറിന് മുമ്പിൽ ശരൺ കാർ പാർക്ക് ചെയ്യുമ്പോൾ വസുവിന്റെ മുഖം ചുളിഞ്ഞിരുന്നു. ഒട്ടനവധി ചോദ്യങ്ങൾ അവന്റെ ഉള്ളിൽ ഉയർന്നു. എങ്കിലും ഒന്നുമേ തിരക്കില്ല. അവൻ കാറിൽ നിന്നിറങ്ങി ശരണിനെ അനുഗമിച്ചു. വളരെ ശാന്തമായ അന്തരീക്ഷം. എന്നിരുന്നിട്ട് ആ ശാന്തത മനസ്സിനെ പുണരുന്നില്ലെന്ന് തോന്നി. അത്രമേൽ അരുതാത്ത എന്തോ കൺമുമ്പിൽ വരാൻ പോകുന്ന പോലെ. അവസാനം അവൻ ചെന്നെത്തിയ ആ മുറിക്ക് മുമ്പിൽ പൊടുന്നതിന് അവന്റെ കാലുകൾ നിശ്ചലമായി. ഒന്നേ നോക്കിയുള്ളൂ, ഒരേ ഒരു വട്ടം. മെലിഞ്ഞുണങ്ങി അസ്ഥികൾ ഉന്തിത്തള്ളി നിറമങ്ങിയ രൂപം. അത് ചന്ദനയുടെ മുഖമാണ് തിരിച്ചറിയവേ നിന്നു നിൽപ്പിലൊന്ന് ഉലഞ്ഞുപോയവൻ. ആ രൂപത്തിന് ചന്ദനയുടെ നിഴലിനോട് മാത്രമേ സാമ്യതയുള്ളൂ എന്ന് തോന്നി. അത്രയും അധികം ക്ഷീണിച്ച അവശയായ ഒരു പെൺരൂപം. ജനൽ കമ്പികളിൽ വിരലുകൾ കൊരുത്ത് തലയതിലേക്ക് ചേർത്ത് വെച്ച് അകലങ്ങളിലേക്ക് നോക്കി ചെരിഞ്ഞു നിൽപ്പാണവൾ. ചന്ദന. വസുവിന്റെ തൊണ്ടക്കുഴിയിലൊരു വിലാപം വന്ന് തടഞ്ഞു. തനിക്കൊരിക്കലും ഇത് സഹിക്കാൻ കഴിയില്ലെന്ന് പോലും കണ്ണീർ മൂടിയ മിഴികളോടെ വസു തന്റെ ശിരസ് ഭിത്തിയിലേക്ക് താങ്ങി നിന്നു. ജീവൻ നഷ്ടപ്പെട്ട് കണ്ണീർ പാടകെട്ടിരിക്കുന്ന ചന്ദനയുടെ മിഴികളിൽ ഒരു നക്ഷത്ര തിളക്കം രൂപപ്പെട്ടു. ആഹ്ലാദത്താൽ അവ വിടരുകയും ചുണ്ടുകൾ വിതുമ്പുകയും ചെയ്തു. ദേവേട്ടാ. അത്രയേറെ സന്തോഷത്തോടെ അവളെ ശരണിന്റെ മാറിൽ വന്നണഞ്ഞു. എവിടെയായിരുന്നു? തനിച്ചാക്കി പോയില്ല എന്ന് വാക്കുന്നിട്ട് വീണ്ടും പറ്റിക്കുകയാണോ? ഒന്നുകൂടെ ആ മാറിലേക്ക് ഒതുങ്ങി അവൾ പരിഭവത്തോടെ തിരക്കി. ശരണിന്റെ വാക്കുകൾ അത്രമേൽ വാത്സല്യത്തോടെ കരുതലോടെ ചന്ദനയുടെ ശിരസിനെ തഴുകി. വസുവിന് ശ്വാസം വിലങ്ങിയിരുന്നു. അവളുടെ ദേവേട്ട എന്നുള്ള വിളിയിൽ ഒരു മാത്ര കുളിരുകോരിയിരുന്നു. മരുഭൂമി പോൽ തപിക്കുന്ന തന്റെ ഹൃദയത്തിൽ തുലാമഴ പെയ്യുകയാണെന്ന് തോന്നിയിരുന്നു. അവൾ തന്നെ വേഗത്തിൽ തിരിച്ചറിഞ്ഞിരിക്കുന്നുവല്ലോ എന്ന് അത്രമേൽ അത്ഭുതത്തോടെയും ആഹ്ലാദത്തോടെയും ഓർത്തിരുന്നു. പക്ഷേ തന്നെയൊന്നും നോക്കുന്ന പോലുമില്ല. തന്നിലേക്ക് ആ ശ്രദ്ധയൊന്നും പാളുന്ന പോലുമില്ല. വസുവിന്റെ ഹൃദയം ആർത്തലച്ച് കരഞ്ഞു. ചന്ദ്ര, നോക്ക്, ഇതാരാണെന്ന്. ശരൺ പതിയെ ചന്ദനയെ വേർപ്പെടുത്തി അരികിൽ നിൽക്കുന്ന വസുവിനെ കാട്ടിക്കൊടുത്ത അവൾക്ക്. അപ്പോൾ മാത്രമാണ് ചന്ദനയുടെ മിഴികൾ വസുവിലേക്ക് നീളുന്നത്. അപരിചിതനെ കണ്ടെന്ന പോൽ ചന്ദന കണ്ണുകൾ കുറുക്കുകയും വീണ്ടും ശരണിലേക്ക് പതുങ്ങി ചേരുകയും ചെയ്തു. തന്നോടുള്ള പ്രണയം മാത്രം നിറഞ്ഞു മിഴികളിൽ നിന്ന് തന്നോടുള്ള അപരിചിതത്വ ഭാവം. ഹൃദയവേദന സഹിക്കാൻ കഴിയാതെ താൻ ഈ നിമിഷം മരിച്ചു പോകുമെന്ന് തോന്നി വസുവിന്. അത്രമേൽ കണ്ടു നിൽക്കാൻ സാധിക്കുന്നില്ലായിരുന്നു തന്റെ പ്രാണനെ ആ നിലയിൽ. കണ്ണീരോടെ പിൻവാങ്ങാൻ ഒരുങ്ങി. പുറകിൽ സണ്ണി നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങേയറ്റം ദയനീയതയോടെ, കുറ്റബോധത്തോടെ, അത്രയേറെ വിങ്ങലോടെ. തന്നോട് ക്ഷമിക്കൂ എന്നവന്റെ നിറഞ്ഞ കണ്ണുകൾ പറയാതെ പറഞ്ഞുകൊണ്ടിരുന്നു. ഒന്നും തോന്നിയില്ല വസുവിന്. മുഖം കല്ലിച്ച് കിടന്നിരുന്നപ്പോൾ വാതിൽ കടന്നവൻ പുറത്തേക്ക് നടന്നു. സണ്ണി കണ്ണുകൾ ഇറുകെ ചിന്നി. മിഴിനീരവന്റെ കവിളുകളിൽ ചാലു തീർത്തു. അവസാനം ഭയന്ന് സംഭവിച്ചിരിക്കുന്നു. വസുവിന്റെ മനസ്സിൽ ഇനി സണ്ണിക്ക് സ്ഥാനമില്ല. വെറുപ്പ് നിറഞ്ഞിരിക്കുന്നു. ഒരിക്കലും തന്നോട് അവന് ക്ഷമിക്കാൻ കഴിയില്ലെന്ന് സണ്ണിയുടെ മനസ്സ് വീണ്ടും വീണ്ടും അവനോട് ഉറക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. ശരൺ എല്ലാ കാര്യങ്ങളും വസുവിനെ അറിയിച്ചിരുന്നു. ചന്ദന ഇപ്പോൾ ഈ ഒരവസ്ഥയിലാണെന്ന് ഒഴിച്ച് ബാക്കിയല്ല. ശരൺ ചന്ദനയെ സണ്ണിയേൽപ്പിച്ച് വസുവിനെ പുറകെ പോയി. പുറത്തെ കസേരകളൊന്നിലിരിക്കുന്ന വസുവിന്റെ ശരീരം വല്ലാതെ ഉലഞ്ഞു പോകുന്നുണ്ടായിരുന്നു. അവൻ കരച്ചിലൊതുക്കാൻ അത്രയേറെ പാടുപെടുന്നുണ്ടെന്ന് ശരണിന് മനസ്സിലായി. ആശ്വാസം എന്ന പോൽ ശരൺ വസുവിന്റെ കൈകൾക്ക് മീതെ പതിയെ തഴുകിക്കൊണ്ടിരുന്നു. നമുക്ക് പോവാം. വസു തിടുക്കത്തിൽ പറയുകയും എഴുന്നേൽക്കുകയും ചെയ്തു. വസു. ശരൺ ഒരു വേള ഭയന്നു പോയി. അകത്തുള്ളവൾ ഉൾക്കൊള്ളാൻ വസുവിനാകുകയില്ലേ എന്നൊരു ചോദ്യം ആദ്യമായി ശരണിന്റെ ഉള്ളിൽ വട്ടമിട്ടു. എനിക്ക് പറ്റുന്നില്ലടാ ചന്ദന ഇങ്ങനെ കാണാൻ എനിക്ക് കഴിയില്ലടാ. ഇത്തവണ വസുവിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ശരണിന്റെ ചുമലിലേക്ക് അമർന്നവൻ കരഞ്ഞുപോയി. ചന്ദനയ്ക്ക് ഇപ്പൊ നല്ല പ്രോഗ്രസ് ഉണ്ടാ. ട്രീറ്റ്മെന്റ് നടക്കുകയല്ലേ. പെട്ടെന്ന് തന്നെ അവൾ പഴയ ചന്ദനയാവും. ആയില്ലും നമ്മൾ ആക്കിയെടുക്കും. നീ വിഷമിക്കാതല്ല. നിനക്ക് സഹിക്കാൻ കഴിയില്ലെന്ന് അറിയാവുന്നോണ്ടാ ഇവിടെ എത്തുന്നവരെ ഞാൻ ഇതുമാത്രം നിന്നോട് മറച്ചു വെച്ച്. വസു ശരണിൽ നിന്നകന്ന കണ്ണുകൾ തുടച്ചു. അപ്പോഴേക്കും ഉള്ളിൽ ചിലത് ഉറപ്പിച്ചിരുന്നവൻ. സണ്ണി കണ്ടില്ലടാ നീ? ശരൺ ചോദിച്ചു. ഉവ്. നീ അവനോട് സംസാരിക്കുന്നത്? അതും എനിക്ക് പറ്റിയില്ല. പറ്റിയാൽ തന്നെ അതിനി പഴയപടിയാവും തോന്നുന്നില്ല. ചന്ദനെ എനിക്ക് നഷ്ടപ്പെട്ട് മാത്രമായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് അവനോട് ക്ഷമിക്കുമായിരുന്നു. എനിക്ക് നഷ്ടം വന്നെന്നാലും അവൾ സന്തോഷത്തോടെ ഉണ്ടാകുന്ന ഓർത്തിരുന്നു ഞാൻ ഇത്രയും കാലം. ആ തോന്നില്ല ഞാൻ ജീവിച്ചു പോലും. പക്ഷേ അവൾ ഇന്നിങ്ങനെ അത്രമേൽ കഠിനമായൊരു ജീവിതത്തിലൂടെ ഇനി ഒന്നും പഴയതുപോലെ ആവില്ല ശരൺ. എന്നാൽ തന്നെ മനസ്സെന്നും അകന്നിരിക്കും. എനിക്ക് അത്ര വലിയ വിശാലതയൊന്നുമില്ലടാ. വസുവിന് വേദനയായിരുന്നു. സണ്ണിയിൽ നിന്ന് അങ്ങനെയൊന്നും ഉണ്ടായല്ലോ എന്നോർത്തുള്ള വേദന. ശരണൊന്നും പറഞ്ഞില്ല. എന്ത് പറയണമെന്ന് നിശ്ചയമില്ലായിരുന്നു അവന്. ആർക്കനുകൂലമായി നിൽക്കണമെന്ന് അവൻ അറിയുകയില്ലായിരുന്നു. ഒരാളെ കൊള്ളാനും മറ്റേയാളെ തള്ളാനും വയ്യ. രണ്ടുപേരും ഒരുപോലെ പ്രിയപ്പെട്ടവർ, മനസ്സിൽ ഒരേ സ്ഥാനത്ത് നിൽക്കുന്നവർ. വസുവിന്റെ ഭാഗത്താണ് ശരി. സണ്ണിക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. എന്നാലും അവനിപ്പോൾ അതിന്റെ ഇരട്ടിയായി വേദനിക്കുന്നുണ്ട്. അടിക്കടി നഷ്ടങ്ങൾ മാത്രം ഏറ്റുവാങ്ങിയ ജീവിതമാണ് അവൻ്റേത്. കുറ്റബോധത്താൽ അവന്റെ ഉള്ളു വേവുന്ന കാണാതെ പോവാനും വയ്യ. ശരൺ ഓരോ ചിന്തകളിലൂടെ നിന്നു. ശരി, നീ അകത്തേക്ക് വാ. കണ്ണു നിൽക്കാൻ വയ്യെന്ന് പറഞ്ഞ് മാറിയുന്ന മുന്നോട്ടും ചന്ദനയ്ക്ക് നീ അപരിചിതൻ തന്നെയായിരിക്കും.
അവളുടെ മനസ്സിലുള്ള വസ്തുവും നീയാണെന്നാലും ഇപ്പോൾ അതിനെൻ്റെ മുഖമാവും. 2-2.5 വർഷക്കാലത്തോളം അവൾക്ക് മുന്നിലേക്ക് നീയെന്ന് തോന്നിക്കുന്ന ആരുമോ കടന്നു വന്നിട്ടില്ല. അവളെപ്പോഴും കണ്ടിരുന്ന് അവളെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടേഴ്സിനെയും പരിചരിക്കുന്ന ഹോസ്പിറ്റലിലെ മറ്റുള്ളവരെയുമാണ്. അതിലെവിടെയും നിന്നെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല അവൾക്ക്. അത്രമാത്രം ഈ കഴിഞ്ഞുപോയ ഓരോ ദിവസങ്ങളിലും അവൾ നിന്നെ തിരഞ്ഞിരുന്നു. പെട്ടെന്നൊരു ദിവസം ഞാനും സണ്ണിയും കാണാൻ വരുന്നു. അതവളുടെ ആഹ്ലാദത്തെ അതിരുകടത്തി. അത്രയേറെ ആഗ്രഹിച്ചും കാത്തിരുന്നതുമായ ഒന്ന് കൈ കിട്ടിയൊരു കൊച്ചുകുട്ടിയായിരുന്നു അവൾ ആ നിമിഷത്തിൽ. ഞാനാണ് അവളുടെ ദേവേട്ടനെന്ന് അവൾ വിശ്വസിച്ചു പോന്നു. അത് നമുക്ക് മാറ്റിയെടുക്കാവുന്നേ ഉള്ളൂ. അല്പസമയം വേണ്ടി വരും. നീ അവൾക്കൊപ്പം കൂടുതൽ സമയം സ്പെൻഡ് ചെയ്താൽ മാത്രം മതിയാവും. ഇപ്പൊ സണ്ണി കൂടെയുള്ള പോലെ 1 മാസത്തോളായി അവനിവിടെ. ചന്ദനക്ക് കൂട്ടായി, കാവലായി, എബ്രാം സാറിന് സഹായിയായി. ശരൺ മുന്നേ നടന്നു, വസു പുറകിലായി. ചന്ദന ബെഡിൽ ചാരിയിരിക്കുകയാണ്. സണ്ണിയോടെ വായിലേക്ക് മെഡിസിൻ വെച്ച് നൽകുകയും അതിനു പുറകെ വെള്ളം കുടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അവനോട് വഴങ്ങിയെന്നപ്പോൾ ചന്ദന അവനെ അനുസരിക്കുന്നുമുണ്ട്. വസുവും ശരണും അരികിലേക്ക് വന്നപ്പോൾ സണ്ണി മാറിയിരുന്നു. എവിടെ പോയിരുന്നു? ഇനി പോകുമ്പോ ഞാനും വരും. ഡോക്ടർ പറഞ്ഞല്ലോ എന്നോട് ഇനി വീട്ടിൽ പോയിക്കോളാന്ന്. ചന്ദന അരികിൽ നിൽക്കുന്ന ശരണിന്റെ തോളിലേക്ക് തലയായിച്ചു. പോവല, അള്ളിയിൽ ഇനി ഇവിടെ കിടക്കുന്ന എന്തിനാ? ചന്ദന ഇപ്പം ഇടിക്കുകയാണല്ലോ. ശരൺ സ്നേഹത്തോടെ ചന്ദനയുടെ കവിളിൽ തട്ടി. ദേ വസു നിൽക്കുന്നുണ്ടില്ലേ നീ എന്താ അവനോടൊന്നും സംസാരിക്കാത്ത? ശരൺ വീണ്ടും അവൾക്ക് വസുവിനെ കാട്ടിക്കൊടുത്തു. അതാരാ? ഡേവിഡിന്റെ കൂടെ വന്നാണോ? ചന്ദനയിൽ അപ്പോഴും അതേ അപരിചിത്വ ഭാവം. കണ്ണുകൾ നിറയാതിരിക്കാൻ വസു നന്നേ ശ്രമപ്പെട്ടു. വസുദേവന് നീ അറിയില്ലേ? നിന്റെ ദേവേട്ടനാ. ഞാൻ ശരണാണ് ചന്ദന. ശരൺ പതിയെ അവളെ തന്നിൽ നിന്ന് അകറ്റി. ഞാൻ വിശ്വസിക്കില്ല. വീണ്ടും എന്നെ പറ്റിക്കുന്ന എന്തിനാ? അതിന് മാത്രം എന്താണ് ചെയ്തത് ഞാൻ എല്ലാവരോടും? എന്റെ ദേവേട്ടനല്ലേ, പറ. ചന്ദന ശരണിന്റെ കവിളിൽ കൈ ചേർത്തു. ശരണിന് വേദന തോന്നി, വല്ലാത്തൊരു വേദന. അത് കണ്ണു നിൽക്കുന്ന വസുവിനെ ഓർത്തായിരുന്നു. വസുവിന്റെ ചുണ്ടുകൾ വിതുമ്പി വിറക്കുന്നുണ്ട്. ശരൺ മിഴികൾ ചിമ്മി തുറന്നു. ഞാനല്ല, ഇതാണ് നിന്റെ ദേവേട്ടൻ, വസുദേവ്. എന്നും വസുദേവ് മാത്രമാണത്. ശരൺ അവളെ വസുവിലേക്ക് ചേർത്തു. ചന്ദനയൊന്ന് ഞെട്ടി വിറച്ചുപോയി അവൾ. ഹരിതാത്ത എന്തോ സംഭവിച്ചെന്ന പോലെ. അല്ല, നുണ പറയാ. എന്നെ വീണ്ടും ഉപേക്ഷിക്കുകയാണോ? ഞാൻ മരിച്ചു പോകും. എനിക്ക് സഹിക്കാൻ കഴിയില്ല. വസുവിൽ നിന്നകന്ന് ചന്ദന പദം പറഞ്ഞ് ഉറക്കെ കരയാൻ തുടങ്ങി. ഇനിയും വയ്യുന്നതുപോൽ വസുദേവ് ചന്ദനയെ തന്റെ ദേഹത്തേക്ക് ചേർത്ത് ഒതുക്കി പിടിച്ചു. കാറ്റുപോലും കിടക്കാത്ത വിധത്തിൽ അവളെ പുണർന്നു. അത്രമേൽ ഇറുകെ. അവളുടെ ചുമലിൽ മുഖം ചേർത്തവൻ കരയുമ്പോൾ അവളുടെ കരച്ചിൽ നേർത്തുപോയിരുന്നു. വസുവിന്റെ കണ്ണുനീര് അവളുടെ അഴിഞ്ഞു കിടക്കുന്ന മുടിയിഴകളെ നനച്ചു. എന്നേക്കുമായി നഷ്ടപ്പെട്ടെന്ന് കരുതിയവൾ ഇപ്പോൾ വീണ്ടും ഈ അരികിൽ, ഈ നെഞ്ചിൽ. ആ വേദനയിലും വസുവിന്റെ മനസ്സിൽ സന്തോഷം വിടരുന്നുണ്ടായിരുന്നു. ഒരു വേള ഇത് സ്വപ്നമാണോ എന്ന് തോന്നിയവന് ഒന്നുകൂടി ചന്ദനയെ ഒതുക്കി പിടിച്ചു. അവൾക്ക് ഭാരമില്ലാത്ത പോലെ അവളുടെ ശരീരത്തിന്റെ ഉലസിൽ പോലും നിന്നുപോയിരുന്നു. പകപ്പോടെ വസു അവളെ വേർപ്പെടുത്തി. ഞേട്ടറ്റ താമരത്തണ്ട് പോലെ അവൾ വസുവിന്റെ കൈകളിലേക്ക് ഊർന്നുപോയി. ചന്ദന. വസുവിന്റെ സ്വരം വിറയാർന്നിരുന്നു. ഭയക്കേണ്ടതില്ല, മെഡിസിൻ്റെതാ. ഈ സമയത്ത് മയക്കം പതിവുള്ള ചന്ദനയ്ക്ക്. സണ്ണി ധൃതിയിൽ വന്ന് ചന്ദനയെ വസുവിനൊപ്പം താങ്ങി പിടിച്ചുകൊണ്ട് ബെഡിലേക്ക് കിടത്തി. വസുദേവ് പോന്നു. എബ്രഹാമായിരുന്നു. സണ്ണി താഴേക്ക് പോയിരുന്നു. ശരണും വസുവും പുറത്തെ കോറിഡോറിൽ നിൽക്കുകയായിരുന്നു. എബ്രഹാമിന്റെ കണ്ണുകളിൽ അനേകം ഭാവങ്ങൾ, അത്ഭുതം, സന്തോഷം, നന്നേ തളർന്നുപോയവനെ കണ്ടുള്ള വേദന. ചന്ദനയുടെ ഓർമ്മകൾ മാത്രം ജീവിക്കുകയായിരുന്നവനോട് അലിവ്, സ്നേഹം, അങ്ങനെ ചിലത്. ഇന്നലെ വൈകുന്നേരത്തെ നാട്ടിലെത്തി. ഇപ്പോൾ വന്നിട്ട് 30 മിനിറ്റോളം ആവുന്നു. ശരണാണ് മറുപടി നൽകിയത്. വസു പുഞ്ചിരിക്കാൻ ശ്രമിച്ചെങ്കിലും അത് വിഫലമായി. വിഷാദം മാത്രമേ അവന്റെ ചുണ്ടുകളിൽ തങ്ങിയിരുന്നുള്ളൂ. ചന്ദനയെ കണ്ടോ? എബ്രഹാം ചോദിച്ചു. ഉവ്, അതിന്റെ ഷോക്കിലാ വസു. ശരൺ പറഞ്ഞു. അവളെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർ എന്ന നിലയിൽ എനിക്കിപ്പോൾ അവളുടെ കാര്യത്തിൽ 100% ഉറപ്പ് നൽകാൻ സാധിക്കും. ഇനി കുറച്ച് മാസങ്ങൾ മാത്രം, അല്ലെങ്കിൽ ദിവസങ്ങൾ മാത്രം. അതിനുള്ളിൽ ചന്ദന പൂർണ്ണമായിട്ട് റിക്കവർ ചെയ്തിരിക്കും. പക്ഷെ ആ സമയത്ത് അവളുടെ മാനസികാവസ്ഥ, അതായത് ചിന്തകൾ, വിചാരങ്ങൾ, അത് ഏതൊക്കെ വിധത്തിൽ സഞ്ചരിച്ചു പോകുന്ന നമുക്കിപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. എബ്രഹാം വിശദീകരിച്ചു. ചന്ദനയെ ഞാൻ കൊണ്ടുപോയിക്കോട്ടെ? അല്പമൊന്നും മടിച്ചു എന്നാൽ വല്ലാത്തൊരു ഉറപ്പോടെയാണ് വസുമതി ചോദിച്ചത്. എബ്രഹാം ശരണം ഒരുപോലെ അതിശയപ്പെട്ടു. അവളിപ്പോൾ ട്രീറ്റ്മെന്റില്ല, പെട്ടെന്ന് കൊണ്ടുപോകാന്ന് പറഞ്ഞാ. എബ്രഹാം ആലോചനയോടെ പറഞ്ഞു. അത് വീട്ടിൽ വെച്ചായാലും ആവാലോ. ഞാൻ പരിചരിച്ചോളാം അവളെ, ഒരു കൊച്ചു കുഞ്ഞിനെ എന്ന പോലെ. ഈ ഒരു അറ്റ്മോസ്ഫിയർ അവിടെ നൽകിയാൽ മതിയല്ലോ. ഇനി ഒന്നുകൊണ്ട് നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ വേണ്ടിയാ. പറയുമ്പോൾ വസുവിന്റെ സ്വരം വിറച്ചുപോയിരുന്നു. എബ്രഹാമിന് വീണ്ടും ഒന്ന് ആലോചിക്കേണ്ടി വന്നില്ല. സമ്മതമായിരുന്നു അതിനോട്. ചന്ദനയ്ക്കിപ്പോൾ കിട്ടാൻ പോകുന്നതിൽ വെച്ച് ഏറ്റവും വലിയ മെഡിസിൻ ഇതാണ്. വസുദേവിന്റെ സാമീപ്യവും കരുതലും. ചന്ദനയുടെ പേരൻസിനോട് പെർമിഷൻ തിരക്കണം. എബ്രഹാം പറഞ്ഞു. വിലക്ക് ഏർപ്പെടുത്തുവോ? ഇനിയും അങ്ങനെയൊന്നും ചെയ്യരുതെന്ന് പറയണം ചന്ദനയുടെ അച്ഛനോട്. വസുവിന്റെ സ്വരത്തിൽ അപേക്ഷ നിറഞ്ഞിരുന്നു. ഞാൻ സംസാരിക്കട്ടെ തിലകരാമനോട്. വസുവിന്റെ വീട്ടിൽ എതിർപ്പുണ്ടാവില്ലേ? ഇല്ല സർ, ഒരിക്കലും ഇല്ല. ആന്റിയനോട് മുന്നേ ചോദിച്ചിരുന്നു ചന്ദനയെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനെ കുറിച്ച്.
ഞാനാണ് അതിൽ എതിർപ്പുള്ള ആശയങ്ങൾ ഉന്നയിച്ച് രണ്ടുപേർക്ക് വലിയ സന്തോഷമാവും. ശരൺ തിടുക്കത്തിൽ പറഞ്ഞു. അവനും അത്രമേൽ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നപ്പോൾ ചന്ദനയെ കൊണ്ടുപോകാൻ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടുത്തെ പ്രൊസീജിയേഴ്സ് ക്ലിയർ ചെയ്യാം. അതിന് മുന്നേ തിലഗ്രാമിനോടൊന്ന് സംസാരിക്കണം. എബ്രഹാം അപ്പോൾ തന്നെ തിലഗ്രാമിന്റെ നമ്പർ ഡയലിലിട്ടു. മാറോട് ഒതുങ്ങി ചേർന്നുറങ്ങുന്ന ചന്ദനയുടെ മൂർധാവിലൊന്ന് ചുംബിച്ചു വസു, അത്യധികം സ്നേഹത്തോടെ കരുതലോടെ. വസുവിന്റെ വീട്ടിലേക്കുള്ള യാത്രയിലായിരുന്നു അവർ. ശരണാണ് ഡ്രൈവ് ചെയ്യുന്നത്. ചന്ദനയും വസുവും പുറകിലിരിക്കുകയാണ്. പ്രൊസീജിയേഴ്സ് എല്ലാം ക്ലിയർ ചെയ്ത് ഉച്ചയോടെ തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിരുന്നു. എബ്രഹാമും സണ്ണിയും പാർക്കിംഗ് വരെ അനുഗമിച്ചിരുന്നു. അവരൊന്നിച്ച് നാളെ നാട്ടിലേക്ക് തിരിച്ചോളാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വസുവിന്റെ അകൽച്ച മനസ്സിലാക്കി സണ്ണി മനഃപൂർവ്വം ഒഴിഞ്ഞിരിക്കുകയാണെന്ന് ശരണിന് മനസ്സിലായിരുന്നു. അല്ലെങ്കിൽ ഈ കൂടെ വരാവുന്നേയുള്ളൂ സണ്ണിക്കും. തിലഗ്രാമിന് പൂർണ്ണ സമ്മതമായിരുന്നു ചന്ദനയെ വസു കൊണ്ടുപോകുന്നതിൽ. മകളോട് ചെയ്തു കൂട്ടിയ പാപ ഈ വഴിയെങ്കിലൊന്നും മാഞ്ഞു പോയിരുന്നെങ്കിൽ. അത്രമേൽ കുറ്റബോധം പേറുന്നുണ്ടയാളിന്ന്. ദൈവം നൽകിയ അവസരമായി കണ്ടയാൾ അതിനെ എത്രയും വേഗത്തിൽ ചന്ദന സുഖപ്പെടണേ എന്ന് മാത്രമായിരുന്നു അയാളിലെ പ്രാർത്ഥനകൾ മുഴുവനും. രാത്രി 9:30 വസുവിന്റെ വീട്ടിലെത്തിയത്. വിവരം അറിഞ്ഞപ്പോൾ മുതൽ വിശ്വനാഥനും രാധികയും വരുണും വഴിക്കണ്ണുമായി ഉമ്മറത്ത് കാത്തുനിൽപ്പാണ്. ചന്ദന അപ്പോഴും നല്ല ഉറക്കത്തിലായിരുന്നു. മുടങ്ങാതെയുള്ള മെഡിസിൻസ് അവളെ കൂടുതൽ ക്ഷീണിതയാക്കിയിരിക്കുന്നു. ചന്ദന, വസു ചന്ദനയുടെ കവിൾ തട്ടി വിളിച്ചു. ഉറക്കം വിട്ടുമാറാത്ത പോൽ അവൾ ഒന്നുകൂടെ ആ മാറിലേക്ക് ചുരുങ്ങി. വസുവിന്റെ ചുടുകളിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. വീടെത്തിയത് നീ പറഞ്ഞില്ലേ? ഞാൻ കരുതി നീ ഉറക്കാണെന്ന്. ഇതുപോലെ ഇരിക്കാൻ നീ മുന്നിൽ എത്രയോ സമയം കിടക്കുന്നു. ഇപ്പൊ നീ അവളെ വിളിച്ച് ഇറങ്ങാൻ നോക്ക്. ആംഗ്ലോ ആന്റി നോക്കിയിരിക്കുന്നു. ശരൺ കുസൃതിയോടെ പറഞ്ഞു. അപ്പോഴേക്കും വരുണും വിശ്വനാഥനും മുറ്റത്തേക്ക് ഇറങ്ങി വന്നിരുന്നു. വിളിക്കാഞ്ഞിട്ടാണോ? ആൾ ഉണരണ്ടേ? വസു പറഞ്ഞു. എന്നാ നീ ഉറങ്ങ്, അവള് ഞാൻ ഉണർത്തിക്കോളാം. ഇനി ഉണരുമ്പോ തന്നെ നിന്നെ കണ്ടൊരു പുകില് വേണ്ട. അവിടുന്ന് പുറകിലെ സീരിയൽ കയറ്റാനും നിന്റെ ഒപ്പം ഇരുത്താനും ഞാൻ പെട്ട പാട്. ആ നേരത്തെ ചന്ദനയുടെ കരച്ചിലോർക്കവെ തന്നെ ശരണെന്ന് വിശ്വസിച്ചു. വസു അവളെ തന്നിൽ നിന്ന് നടത്തി ഡോറ് തുറന്നിറങ്ങി. ശരൺ 2-3 വട്ടമായി കവിളിൽ തട്ടി വിളിച്ച് ചന്ദനെ ഉണർത്തുകയും കാറിൽ നിന്ന് ഇറക്കുകയും ചെയ്തു. അപരിചിത ഭാഗത്തോട് അവൾ ചുറ്റിനും കണ്ണോടിക്കുന്നുണ്ട്. അപ്പോഴും അവളുടെ കൈകൾ ശരണിന്റെ കയ്യിൽ മുറുകിയിരുന്നു. വാ മക്കളെ. വിശ്വനാഥൻ മുന്നേ നടന്നു. ചന്ദന മുന്നിലേക്ക് നടക്കാൻ തയ്യാറാവാൻ നിന്നപ്പോൾ ശരൺ അവളെ കൈ ചേർത്ത് നടത്തിച്ചു. രാധിക ധൃതിയിൽ അകത്തേക്ക് ചെന്ന് താറെടുത്തുകൊണ്ടുവന്നിരുന്നു. അതിനോടകം പൂമുഖപ്പടിക്കൽ എത്തിയപ്പോൾ ശരൺ ചന്ദനയെ വസുവിനരികിലേക്ക് നിർത്തി. അവൻ വരുണിനരികിലേക്ക് മാറി നിന്നു. ഭയത്തോടെ അകന്നോടാൻ ഒരുങ്ങിയ ചന്ദനയെ വസു കൈ ചേർത്ത് മുറുകെ പിടിച്ചു. രാധിക നിറഞ്ഞ മനസ്സോടെ കണ്ണുകളോടെ രണ്ടുപേരെയും ആരതി ഒഴിഞ്ഞ് അകത്തേക്ക് കയറ്റി. ചന്ദന, ഇനി മുതൽ ഇതാണ് ചന്ദനയുടെ വീട്. ഇവിടെയാണ് ഇനി താമസിക്കാൻ പോകുന്നത്. വസുവിൽ നിന്നകന്ന് വീണ്ടും തനിക്കരികിലേക്ക് നീങ്ങി വരുന്നവളോട് ശരൺ പറഞ്ഞു. ചന്ദനയിൽ പരിഭ്രമം നിറഞ്ഞിരുന്നു. മിഴികൾ അങ്ങിങ്ങായി ഓടുന്ന കണ്ട് ശരൺ അവിടെ നെറുകയിലൊന്ന് തലോടി. എന്തിനാണ് ഭയക്കുന്നത്? ഇവിടെ എല്ലാവരും ഉണ്ടല്ലോ. ഒരിക്കലും തനിച്ചാവില്ല. ഞങ്ങൾ ആരും തനിച്ചാക്കിയേ. അതെ, ഇനി ഒന്നിനും ഏതിനെയും കണ്ണുകൾ നിറയരുത്. ഇനി ഒരിക്കലും ഒന്നിന്റെ പേരിലും നഷ്ടപ്പെടുത്തിയേക്കില്ല. രാധിക വന്നവളെ ചേർത്ത് പിടിച്ചു. വസു കണ്ണിലൂറിയ നനവോടെ എല്ലാം നോക്കി കണ്ടു. അയ്യോ, ഇനി അങ്ങോട്ട് ചേട്ടൻ പോസ്റ്റാണല്ലേ. ചേട്ടന്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നല്ലേ. അപ്പോ വെറുതെ അങ്ങ് കാനഡയിൽ നിന്ന് ചേട്ടന് വരുത്തിയത് മിച്ചം. വരുൺ വസുവിനോട് പതുക്കെ പറയുകയും ചിരിക്കുകയും ചെയ്തു. ആ വേദനിക്കുന്ന അവസ്ഥയിലും വസു മിഴികൾ കുറിക്കി അവനെ നോക്കാൻ മറന്നില്ല. അതിനോടൊപ്പം പോടാ എന്നൊരു വിളി. അത് മതിയായിരുന്നു. അത്രയും മതിയായിരുന്നു വരുണിന്. രാധിക ചന്ദനയെ മുകളിൽ ഏറ്റവും ആദ്യത്തെ മുറിയിലേക്ക് കൊണ്ടുപോയി. അത് വസുവിന്റെ മുറിയായിരുന്നു. ചന്ദനയെ കൊണ്ടുവരുന്നെന്ന് ശരൺ വിളിച്ചറിയിച്ചപ്പോൾ രാധികയും വരുണും ചേർന്ന് വസുവിന്റെ വസ്ത്രങ്ങളും മറ്റും തൊട്ടടുത്ത മുറിയിലേക്ക് മാറ്റിയിരുന്നു. മുന്നോട്ടുള്ള ഓരോ ചുവടുകളിലും ചന്ദന തിരിഞ്ഞ് ശരണിനെ പരതി. അപ്പോഴേക്ക് ശരൺ അവൾക്ക് ആശ്വാസം എന്ന പോൽ കണ്ണുകൾ ചിമ്മി കാണിച്ചുകൊണ്ടിരുന്നു. ആ വീട്ടിലെ 6 മുറികളിലെ ഏറ്റവും വലിയ മുറിയായിരുന്നത്. ചുമരുകൾക്കും കിടക്ക് വിരിക്കും ജനാല വിരികൾക്കുമെല്ലാം വെളുപ്പ് നിറം. ഒരു ഭിത്തി 3/4 ഭാഗം വിൻഡോ ആയി സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതിനഴികളിലായിരുന്നു. അത് തുറന്നാൽ താഴെ മുറ്റത്തുള്ള വലിയ പൂന്തോട്ടവും പിന്നാമ്പുറത്തെ വൃക്ഷങ്ങളും മതിൽക്കെട്ടിൽ നിറഞ്ഞു നിൽക്കുന്ന ബോഗൻ വില്ലകളും കാണാം. എന്തുകൊണ്ടും മനസ്സ് തണുക്കുന്ന ഒരു അന്തരീക്ഷം. രാധിക പ്രത്യേകമായ ആ മുറി തന്നെ തെരഞ്ഞെടുത്തതായിരുന്നു അവൾക്ക്. വരുൺ അപ്പോഴേക്കും ചന്ദനയുടെ ബാഗും മെഡിസിൻ അടങ്ങുന്ന കവറുകളും മുറിയിൽ കൊണ്ടുവച്ചു. ബാഗിൽ അവൾക്ക് വേണ്ടുന്ന എല്ലാവിധ സാധനങ്ങളും ഉണ്ടായിരുന്നു. എല്ലാം പുതിയത് തന്നെ. വരുന്ന വഴിയിൽ വസുവിന്റെ നിർദ്ദേശപ്രകാരം ശരൺ വാങ്ങിച്ചു കൂട്ടിയത്. രാധിക അവളെ ബാത്റൂമിൽ കൊണ്ടുപോയി മേല് കഴിച്ചു. രാത്രിയായതിനാൽ തലനനച്ചില്ല. ആദ്യമായിട്ടല്ല അവിടം. വെള്ളം മാറുന്നതിനാൽ പനിയോ ജലദോഷമോ മറ്റോ വന്നാലോ എന്ന് പേടിച്ചിരുന്നു. ബാഗ് തുറന്ന് അതിൽ നിന്നൊരു ടോപ്പും ലൂസ് പാൻറ്റും എടുത്ത് ധരിപ്പിച്ചു. ഉലഞ്ഞു കിടക്കുന്ന മുടികൾ വിടർത്തി പതിയെ അവയെ ചീകെ ഒതുക്കി കെട്ടിക്കൊടുത്തു. ചന്ദനയിൽ യാതൊരുവിധ എതിർപ്പുകളും ഉണ്ടായിരുന്നില്ല. എന്നാൽ പ്രത്യേകിച്ചൊരു ഭാവവുമില്ല. എല്ലാത്തിനും അനുസരണ കാട്ടി. അത് രാധികയെ സന്തോഷിപ്പിച്ചു. താഴേക്ക് പോവാം, അതിൽ ഞാൻ പിന്നീട് അടുക്കി വെച്ചേക്കാം. ബാഗിൽ നിന്ന് ചെറിയ വസ്തുക്കൾ നോക്കി രാധിക പറഞ്ഞു. രാധിക അവളെയും കൂട്ടി മുറിക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വസു മുകളിലേക്ക് കയറി വരുന്നുണ്ടായിരുന്നു. ചന്ദനയെ കണ്ടവന്റെ മനസ്സ് തണുത്തു. പാതി ജീവൻ വെച്ചിരിക്കുന്ന അവൾക്ക് ആ പഴയ ചന്ദനിലേക്ക് ഇനി അല്പദൂരം മാത്രം.
വസുവും ശരണും കുളി കഴിഞ്ഞു വന്നതിന് ശേഷമാണ് എല്ലാവരും കഴിക്കാനിരുന്നത്. ചപ്പാത്തിയും ചിക്കൻ റോസ്റ്റുമാണ്. ചന്ദനയ്ക്ക് മെഡിസിൻസ് ഉള്ളതിനാൽ രാധിക അവൾക്കായി പൊടിയരിക്കഞ്ഞ് തയ്യാറാക്കിയിരുന്നു. പതിയെ ഓരോ സ്പൂണുകളായി വായിൽ വെച്ചു കൊടുത്തു. രാധിക അവളെ കഴിപ്പിച്ചു. പിന്നീട് മുറിയിലേക്ക് പോകുമ്പോൾ വസുവും കൂടെ ചെന്നു. കവറിൽ നിന്ന് മെഡിസിൻസ് നോക്കിയെടുത്ത് രാധികയുടെ കയ്യിൽ നൽകി. അപ്പോഴും ചന്ദന അനുസരണയോടെ നിന്നു. ആദ്യത്തെ അപരിചിത്വം അല്പം അകന്നിരുന്നു. എന്നാലും കൂടെ കൂടെ അവളുടെ മിഴികൾ അങ്ങുമിങ്ങുമായി ശരണിനെ തിരഞ്ഞു. ശരൺ മനഃപൂർവ്വം അവൾക്കരികിലേക്ക് വന്നതുമില്ല. രാധിക ചന്ദനയ്ക്കൊപ്പം കിടക്കാമെന്ന് തീരുമാനിച്ചു. അടുക്കള ഒതുക്കിയിട്ടില്ലായിരുന്നു. ഇപ്പോൾ വന്നേക്കാമെന്ന് പറഞ്ഞ് വസുവിനെ മുറിയിൽ ചന്ദനയ്ക്ക് കൂട്ടുനിർത്തി രാധിക താഴേക്ക് പോയി. ചന്ദന ആരെയും തിരയുന്നു? ഇടവിട്ട് വാതിൽക്കിലേക്ക് എത്തി നോക്കുന്നവളായി വസു ചോദിച്ചു. ദേവേട്ടൻ വരില്ലേ? അവളുടെ ശബ്ദം വിറച്ചു. കണ്ണുകൾ നിറഞ്ഞു. അതിനവൻ എവിടെയും പോയില്ലല്ലോ, താഴെയുണ്ട്. പിന്നെന്തിനാ വിഷമിക്കുന്നത്? വസുവിൽ അലിവ് നിറഞ്ഞു. എനിക്ക് പേടിയാ, എന്നെ തനിച്ചാക്കി പോയി കളിയോന്ന്. അങ്ങനെ പോയിരുന്നു മുന്നേ. അപ്പം ഞാൻ എന്തുമാത്രം വിഷമിച്ചെന്നോ. ഞാൻ ഒത്തിരി കരഞ്ഞു. അങ്ങനെ എനിക്ക് വയ്യാണ്ടാവണേ. കണ്ണുകളിൽ വേദന നിറച്ച് അവൾ പറയുന്നുണ്ട്. വസു നോവോടെ അത് കേട്ട് നിന്നു. ഇനിയും പോയിന്നാ ഞാൻ മരിച്ചു പോകും. എനിക്ക് എന്ത് ഇഷ്ടാന്നറിയോ ദേവേട്ടനെ. അതിനേക്കാൾ ഇഷ്ടം ദേവേട്ടന് എന്നോടുണ്ട്. പിന്നെ എന്തിനാണാവോ എന്നെ തനിച്ചാക്കി പോയത്? അപ്പൊ ഞാൻ ശരിക്കും ഭയന്നു പോയിരുന്നു. ദേവേട്ടന് ചന്ദനയെ വേണ്ടേന്ന്. വീണ്ടും അവൾ പറയുന്നുണ്ട്. ഇനി എങ്ങോട്ടും പോയി കളയില്ല കേട്ടോ. ഞാൻ പറഞ്ഞേക്കാം അവനോട്, ഇനി ചന്ദനയെ വിട്ട് എങ്ങോട്ടും പോകരുതെന്ന്. വസു ഇങ്ങിലോടെ അതിലേറെ സ്നേഹത്തോടെ പറഞ്ഞു. കേട്ടതേ സന്തോഷമായവൾക്ക് വിടുന്ന മുഖത്തോട് ഉറപ്പാണോ എന്ന് ചോദിച്ചു. അന്നേരം വസു ഉറപ്പാണെന്ന് അവിടെ കയ്യിൽ തൊട്ട് പറഞ്ഞു. ഇതാരുടെ വീടാ? എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ ഇവിടം. ഞാൻ എപ്പോഴും അവിടെ ഒരു പെട്ടിയിൽ അങ്ങനെ ചുരുണ്ടി കിടക്കും. എനിക്ക് ഒത്തിരി മടുത്തിരുന്നു. എന്നെ ഒന്ന് വീട്ടിൽ കൊണ്ടുവന്ന് ഞാൻ എന്തോരം പറഞ്ഞാണെന്നോ. പക്ഷെ അവരാരും കേട്ടില്ല. എന്റെ ദേവേട്ടൻ വരേണ്ടി വന്നതിന്. പറയുന്നതിനൊപ്പം മെഡിസിന്റെ ആലസ്യത്തിൽ കണ്ണുകളടയുന്നുണ്ട്. ചന്ദന കിടന്നോളൂ. വസു അവളെ ബെഡിലേക്ക് ഇരുത്തി. ദേവേട്ടൻ വരില്ലേ? വീണ്ടും അതേ ചോദ്യം. സംശയത്തോടെ കണ്ണുകൾ വാതിൽക്കിലേക്ക് നീണ്ടു. വരും. ചന്ദന ഉറങ്ങുമ്പോഴേക്ക് അവനിങ്ങ് വരും. വേഗം ഉറങ്ങുകയാണെങ്കിൽ വേഗം വരും. കിടന്നോളൂ. രണ്ട് തലയിണകൾ മേൽക്കുമേൽ കിടക്കുന്നതിൽ നിന്ന് ഒന്ന് എടുത്തു മാറ്റി വസു. എന്നിട്ട് അവൾ മടിച്ചു നിന്നു. കിടന്നോളൂ, അവനിപ്പോൾ തന്നെ വരും. ഉറപ്പ് നൽകുന്ന പോലെ പറഞ്ഞപ്പോൾ മാത്രം അവൾ കട്ടിലിനെ ഓരം ചേർന്ന് ചെരിഞ്ഞു കിടന്നു. വസു ബ്ലാങ്കറ്റ് എടുത്ത് പതിയെ ദേഹത്തേക്ക് ഇട്ടുകൊടുത്തു. അവൾ വാതിലേക്ക് കണ്ണുനീട്ടി കിടപ്പാണ്. വസു ജനലരികിലേക്ക് നീങ്ങി. തൻ്റെ മുറിയിൽ തനിക്കരികിൽ തന്നോടൊപ്പം ഉണ്ടാവാൻ എത്രയോ നാളുകൾ അതിനായി കാത്തിരുന്നിരിക്കുന്നു. അവസാനം എത്തപ്പെട്ടപ്പോൾ ഈ വിധത്തിലും വസുവിന്റെ കണ്ണുകൾ ഒരു മാത്രം നിറഞ്ഞുപോയി. ഇപ്പോൾ ശരണാണ് താനെന്ന് അവൾ വിശ്വസിക്കുന്നു. പൂർവ്വസ്ഥിതിയാവുന്ന നാൾ ആ കാര്യത്തിൽ ഒരു ശങ്ക പോലും ഉണ്ടാവില്ല അവൾക്ക്. വസുദേവന് ഈ ഒരു മുഖം മാത്രമേ ആ മനസ്സിലൊന്നും ഉണ്ടാവുകയുള്ളൂ. പക്ഷെ അന്ന് ഇതൊക്കെ ഉൾക്കൊള്ളാനാവുമോ? ഇനിയും ഒന്നിനും ഏതിനും വയ്യെന്ന് പറഞ്ഞാൽ, തന്നെയും ഈ വീടിനെയൊന്നും വേണ്ടെന്ന് പറഞ്ഞാൽ നിർബന്ധിക്കാൻ കഴിയുമോ തനിക്ക്? ഒരിക്കലുമില്ല. ഇപ്പോഴായാലും പിന്നീടായാലും തന്നെ ഉൾക്കൊള്ളാൻ വയ്യാത്ത മനസ്സിലേക്ക് ഒരു കടന്നുകയറ്റം ഒരിക്കലും ഉണ്ടാവില്ല. അങ്ങനെയൊന്നും ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയൊന്നുകൊണ്ട് എനിക്ക് ഒരിക്കലും സന്തോഷിക്കാനാവുന്നില്ല ചന്ദന. ജാലകം വഴി അകത്തേക്കെത്തിയ കാറ്റിൽ തട്ടി വസുവിന്റെ കണ്ണുനീര് പുറത്തേക്ക് ഒഴുകി. തിരിഞ്ഞു നോക്കുമ്പോൾ ചന്ദന ഉറക്കം പിടിച്ചിരുന്നു. കൈനീട്ടി ജനാലയടച്ച് വിരിപ്പ് വലിച്ചിട്ടു. ഒന്നുകൂടെ അദ്ദേഹത്തേക്ക് ബ്ലാങ്കറ്റ് കയറ്റിയിട്ട് നെറ്റിയിൽ അത്യധികം സ്നേഹത്തോടൊന്ന് ചുംബിച്ചു വസു മുറി വിട്ടിറങ്ങി. അപ്പോഴേക്കും കയ്യിലൊരു ജഗ് വെള്ളവുമായി രാധിക കയറി വരുന്നുണ്ടായിരുന്നു. നമുക്ക് നാളെ ചേച്ചിയെ കാണാൻ പോയാലോ? രാത്രിയിൽ പാത്രങ്ങൾ കഴുകുമ്പോഴാണ് ചൈതന്യ പാർവതിയോട് ചോദിക്കുന്നത്. ചിഞ്ചു സൈഡിലായി സ്ലാബ് തുടക്കുന്നുണ്ട്. അത് വേണ്ട, പാർവതി പറഞ്ഞു. അതെന്താ? ചേച്ചിയെ കാണാൻ തോന്നുന്നുണ്ടല്ലേ? അപ്പൊ പോയാലെന്താ? ചൈതന്യ ചോദിച്ചു. അതൊന്നും വേണ്ട ചെയ്തു, അവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. വിശ്വനാഥനും രാധികയ്ക്കൊന്നും അത് ഇഷ്ടപ്പെട്ടേക്കില്ലെന്ന തോന്നലിൽ പാർവതി വീണ്ടും എതിർത്തു. അവരുടെ ഇഷ്ടം നോക്കുന്ന എന്തിനാ? നമ്മൾ പോകുന്ന ചേച്ചിയെ കാണാനല്ലേ. ചേച്ചി ഇപ്പോൾ ഹോസ്പിറ്റലായിരുന്നെങ്കിൽ നമ്മൾ പോയില്ലായിരുന്നോ? അതല്ല, അവർക്ക് ഇഷ്ടപ്പെടില്ലെന്ന് അമ്മയോട് ആര് പറഞ്ഞു? അതിന് അപ്പയുടെ സ്വഭാവമല്ല, വസുചേട്ടൻ്റെ അച്ഛനും അമ്മയ്ക്കുന്നു. നമ്മൾ ചെല്ലുമ്പോഴേക്ക് ഇറക്കി വിട്ടേക്കാൻ. മാത്രമല്ല, നമ്മൾ എന്ത് ചെയ്ത് അവരോട് കൂട്ടുകൂടിയത് ഒടുക്കം വഞ്ചിച്ചാലും വേറെ ചിലരാ. അമ്മ മറന്നുപോയിട്ടൊന്നുമില്ലല്ലോ. ചൈതന്യ ഈർഷ്യയോടെ ചിഞ്ചുവിനെ നോക്കിയാണ് അത് പറഞ്ഞത്. നീ മിണ്ടാന്നിക്ക് ചൈതു, എന്താ പറഞ്ഞാൽ മനസ്സിലാവാത്ത നിനക്ക്? കഴുകിയെടുത്ത പ്ലേറ്റുകൾ ഓരോന്ന് സ്റ്റാൻഡിലേക്ക് വെച്ച് പാർവതി തിരിഞ്ഞ് ചൈതന്യയെ നോക്കി. അപ്പൊ ഇനി ഒരിക്കലും ചേച്ചിയെ കാണണ്ടെന്നാണോ? ചേച്ചി ഇനി എന്നാണ് ഇങ്ങോട്ട് വരുന്നത്? ഇനി അവിടെ തന്നെയാണോ? എനിക്ക് ചേച്ചിയെ കാണണം. അതിനുള്ള അവകാശം നിങ്ങളെന്തിനാ നിഷേധിക്കുന്നത്? എൻ്റെ ചേച്ചിയല്ലേ, പാവ, എന്തൊക്കെ അനുഭവിക്കേണ്ടി വന്ന്. ഇനി എന്നാ ചേച്ചിക്കൊപ്പം പഴയ പോലെ ഇനി അങ്ങനെ ഒരു ദിവസം ഉണ്ടാവുക അമ്മ? ചേച്ചി ഇവിടെ ഇല്ലെങ്കിൽ എന്താണല്ലേ അമ്മയ്ക്ക്? വേണ്ടപ്പെട്ടയാൾ എപ്പോഴും അരികിലുണ്ടല്ലോ. എൻ്റെ ചേച്ചിക്ക് ഒന്നിനെ ഇതിന് ഭാഗ്യമില്ലാത്ത. ബാക്കിയുള്ളവർക്കൊക്കെ ഇന്ന് സന്തോഷമല്ലേ, ഒന്നിനും കുറവൊന്നുമില്ലല്ലോ. ചേച്ചി ഈ പരുവത്തിലാക്കി വെച്ചിട്ടും അമ്മയ്ക്ക് എങ്ങനെ കഴിയുന്നവരിങ്ങനെ ചേർത്ത് നിർത്താൻ? എനിക്ക് ഉറപ്പുണ്ട് ചന്തു ചേച്ചിക്ക് ഒരിക്കലും ഇവരോട് ക്ഷമിക്കാനാവില്ല. കരഞ്ഞുകൊണ്ടാണ് ചൈതന്യെ പിന്തിരിഞ്ഞു പോയത്. പാർവതിയും വല്ലാത്തൊരു വേദനയിൽ എത്തിപ്പെട്ടിരുന്നു. ചൈതു ചോദിച്ച ഏതെങ്കിലും ചോദ്യത്തിന് തൻ്റെ കയ്യിൽ ഉത്തരവുണ്ടോ? പാർവതി ഓർത്തു.
എന്ന് കരുതി ചിഞ്ചുവിനെ വെറുക്കാനോ തള്ളിക്കളയാനോ ഒരിക്കലും പറ്റില്ല. അതേ അളവിൽ ചിലപ്പോൾ അതിൽ കൂടുതലായി തന്റെ ഭർത്താവ് തെറ്റ് ചെയ്തിരിക്കുന്നു. ഇന്ന് ഈ നിമിഷം അവർ വെറുക്കുന്ന പോയിട്ട് ഒന്നാം വർഷത്തോടെ സംസാരിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. പാർവതിയുടെ നിറമിഴികൾ ചിഞ്ചുവിലേക്ക് നീണ്ടു. ചെയ്യുന്ന ജോലിയിൽ തന്നെ വ്യാപൃതയാണ് അവളെന്നാലും ഉള്ളിലെ ദുഃഖമൊതുക്കാൻ വയ്യാതെ ശരീരം ഉലയുന്നുണ്ട്. ഏങ്ങലുകൾ പുറത്തേക്ക് വരുന്നുണ്ട്. അവൾ ആശ്വാസം എന്ന പോൽ പാർവതി അവളെ തന്നോട് ചേർത്ത് പിടിച്ചു. ഇപ്പോഴെന്നല്ല, എപ്പോഴും. ഒരു നാളിലും തനിക്ക് അവൾ അകറ്റി നിർത്താനാവില്ല. ചന്തുവിനെ പോലെ, ചൈതുവിനെ പോലെ, ചിലപ്പോൾ അവരെക്കാളേറെ സ്നേഹത്തോടെ തന്നെ അമ്മ എന്ന് വിളിച്ച് നടന്നൊരു കൊച്ചു കുസൃതിക്കാരിയുടെ മുഖം തെളിഞ്ഞു വന്നു പാർവതിയുടെ ഉള്ളിൽ. കുറച്ചുകൂടെ വളർന്നു വന്നപ്പോഴാണ് ആ വിളി പാർവമ്മ എന്നതിലേക്ക് മാറിയത്. അത് ചന്തുവിന്റെ അപ്പിക്ക് അമ്മ എന്നുള്ള ആ വിളിയിൽ അനിഷ്ടം മനസ്സിലാക്കിയതിനെ തുടർന്നായിരുന്നു. തന്റെ പൂർണിമയുടെ മകൾ അങ്ങ് ദൂരെ ഇരുന്ന് അവൾ നോവുന്നുണ്ടാവാം. ചിഞ്ചുവിന്റെ ഈ വേദന കണ്ട് അവൾ നൽകേണ്ട സ്നേഹമാണ്, കരുതലാണ്. ഇപ്പോൾ അവൾ ദൈവത്തോട് പരിഭവിക്കുന്നുണ്ടാവാം. അന്ന് തിടുക്കത്തിൽ അവളെ തിരിച്ചു വിളിച്ചതിൽ. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.